വിദ്യാഭ്യാസവും അറിവും വർദ്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ കൂടുതൽ ബോധമുള്ളവരായി മാറുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ചില വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഒഴിവു സമയങ്ങൾ. ഒഴിവു സമയങ്ങൾ നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും, എനിക്ക് തീരെ ഒഴിവില്ല, ഞാൻ വളരെ പ്രയാസത്തിലാണ്. എന്നാൽ ഒഴിവില്ലാതിരിക്കുകയാണ് വേണ്ടത്. എല്ലാ സമയത്തും എൻഗേജ്മെൻ്റ് ഉണ്ടാകണം. കുല്ല യൗമിൻ ഹുവ ഫീ ഷാൻ യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ഷാൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാൻ എന്ന അധ്യായത്തിൽ പറയുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു എപ്പോഴും എൻഗേജ്മെൻറ്റിലാണ്. ഒഴിവു സമയം ഇല്ല. മനഃപൂർവ്വം തന്നെ എൻഗേജ്മെൻറ്റിനെ ആഗ്രഹിക്കണം. അതാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ സ്ത്രീകൾ വീടുകളിൽ എൻഗേജ്ഡ് ആണോ അല്ലേ എന്ന് നാം അന്വേഷിക്കണം. ഓരോ സ്ത്രീയും ചിന്തിക്കണം, ഭർത്താവ് എൻഗേജ്ഡ് ആണോ അല്ലേ. എൻഗേജ്ഡ് അല്ല എങ്കിൽ അത് പിശാചിന് കയറി വരാനുള്ള വലിയ ഒരു ഗ്യാപ്പ് അവിടെ രൂപപ്പെടും. രാവിലെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പുറപ്പെട്ടു, ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഭാര്യ വീട്ടിൽ വൈകുന്നേരം വരെ വീട് സംബന്ധമായ വിഷയങ്ങളിൽ, മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിൽ, അങ്ങനെ തുടങ്ങി ഭർത്താവിന് സഹായിക്കാൻ, ആ കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്താൻ ആവശ്യമായ വിഷയങ്ങൾ ക്രമപ്പെടുത്തി അതിൽ എൻഗേജ്ഡ് ആണ് എങ്കിൽ ആ ഭാര്യ ഭാഗ്യവതിയാണ്. അതൊന്നുമില്ല, ഒഴിവു സമയം മാത്രമാണ് അവളെ മുൻപിലുള്ളതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറും, ആവശ്യമില്ലാത്ത പലരുമായും ബന്ധപ്പെടും, സംസാരിക്കും, ചിന്തകൾ കൈമാറും. പിന്നീട് ആ കുടുംബത്തിന് അപമാനമുണ്ടാക്കുന്ന പലതിലേക്കും അത് എത്തിച്ചേരും. പുരുഷന്മാരും അങ്ങനെ തന്നെ. വിദ്യാഭ്യാസമുണ്ട്, ജോലിയില്ല. അത്തരം യുവാക്കൾ അവരാണ് വലിയ കെണികളിൽ അകപ്പെടുന്നത്. മറിച്ച് അവർ എൻഗേജ്ഡ് ആവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ മാതാപിതാക്കളിൽ നിന്ന്, ജ്യേഷ്ഠന്മാരിൽ നിന്ന് ഉണ്ടാകണം. ഇന്ന് പിതാവ് ഗൾഫിലായതിൻ്റെ പേരിൽ പ്രത്യേക ജോലിയൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഭർത്താവ് ഗൾഫിലായതിൻ്റെ പേരിൽ ശൂന്യത അനുഭവപ്പെടുന്ന സ്ത്രീകളുണ്ട്. ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഗൗരവത്തോടു കൂടി ആലോചിച്ച് നമ്മുടെ സമുദായത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, അച്ചടക്കത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചർച്ച ചെയ്യാൻ, ചിന്തിക്കാൻ, പരിഹാരമുണ്ടാക്കാൻ മുസ്ലിം ഉമ്മത്ത് സമയം കാണണം. അല്ലെങ്കിൽ ഇത് വലിയ ഭീഷണിയായി രൂപപ്പെടും. വിവാഹബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കും. കുടുംബത്തിൻ്റെ അച്ചടക്കം തകരും. വളരെ ഗൗരവമുള്ള ഈ വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.